പഴയ വേണാട്ടിലെ ശക്തരായ 8 നായർ തറവാടുകളിലെ പടത്തലവന്മാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടിരുന്നത്. കാലങ്ങളായി രാജ്യഭരണത്തിന് എല്ലാവിധ സഹായം ചെയ്തു വന്നവരായിരുന്ന 8 വീട്ടിൽ പിള്ളമാരെ എന്തുകൊണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൂക്കിലേറ്റിയത്? ചരിത്രമറിയാം. ഏവർക്കും ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കേരള സംസ്ഥാനമായ ദക്ഷിണേന്ത്യയിലെ പഴയ വേണാട്ടിലെ 8 നായർ വീടുകളിൽ നിന്നുള്ള ഒരു കൂട്ടം പ്രഭുക്കന്മാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്തെ പ്രമുഖരായ നാട്ടുപ്രമാണിമാർ. വേണാട്ടിലെ പ്രമുഖമായ 8 നായർ തറവാടുകളിലെ കാരണവന്മാരായിരുന്നു ഇവരെല്ലാവരും. അരിനൂതവർ എന്നറിയപ്പെടുന്ന ദേശത്തിന്റെയും തറക്കൂട്ടങ്ങളുടെയും നേതാക്കന്മാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ. രാജഭരണത്തിന് സഹായം ചെയ്തു വന്നവരായിരുന്നതിനാൽ രാജഭരണത്തിൽ അവരുടെ കൈക്കടത്തൽ പതിവായിരുന്നു. 15ാം ശതകത്തിൽ ക്ഷേത്രകാര്യങ്ങളിൽ സഹായത്തിന് കൂട്ടിയിരുന്നത് 8 വീട്ടിൽ പിള്ളമാരായിരുന്നു. ഇവർക്ക് കീഴിൽ ശക്തിയുള്ള ഒരു നായർ പട്ടാളത്തെ സംരക്ഷിക്കാൻ ക്ഷേത്ര ഭരണകൂടം അനുവാദം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം നടത്തിയിരുന്നത് 8 യോഗം എന്ന സമിതിയായിരുന്നു. അതിൽ രാജാവും ഉണ്ടായിരുന്നുവെങ്കിലും രാജാവ് അരയോഗക്കാരൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഭരണത്തിൽ കാര്യമായ പങ്കുണ്ടായിരുന്നില്ല. ക്ഷേത്രം വക അളവറ്റ സ്വത്തുക്കളുടെ മേൽനോട്ടം 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടിരുന്ന നായർ പ്രമാണിമാർക്കായിരുന്നു. ക്ഷേത്ര വസ്തുവകകൾ 8ആയി ഭാഗിച്ച് അതിന്റെ മേൽനോട്ടം വഹിക്കാനും കരം പിരിക്കാനും അധികാരം നൽകിയിരുന്നത് 8 മാടമ്പിമാർക്കായിരുന്നു. ഇവരാണ് 8 വീട്ടിൽ പിള്ളമാർ. കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചാൽ, വെങ്ങാനൂർ, രാമനാമടം, മാർത്താണ്ഡമഠം എന്നീ കുടുംബങ്ങളിലെ പിള്ളമാരായിരുന്നു അവർ. കഴക്കൂട്ടത്ത് പിള്ള, രാമനാമടം പിള്ള, ചെമ്പഴന്തി പിള്ള, കുടമൺ പിള്ള, വെങ്ങാനൂർ പിള്ള, മാർത്താണ്ഡമഠം പിള്ള, പള്ളിച്ചൽ പിള്ള, കൊളത്തൂർ പിള്ള എന്നിവരായിരുന്നു 8 തമ്പുരാന്മാർ. ഓരോ വോട്ടവകാശമുള്ള 7 ബ്രാഹ്മണ കുടുംബങ്ങളും ഒരു നായർ പ്രമാണിയും അര വോട്ടവകാശമുള്ള രാജാവും ചേർന്നതാണ് സമിതി. 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടിരുന്നത് അവരുടെ വീട്ടുപേരിലല്ല, അവരുടെ പ്രദേശത്തെ പേരിലാണ്. അവരുടെ കുടുംബങ്ങൾ വേണാട് രാജകുടുംബത്തെക്കാൾ പഴക്കമുള്ളവരായിരുന്നു. യോഗത്തിന്റെ തീരുമാനങ്ങൾ ധിക്കരിക്കാനോ ക്ഷേത്രകാര്യത്തിൽ ഇടപെടാനോ രാജാവിന് അധികാരമുണ്ടായിരുന്നില്ല. തന്റെ തലസ്ഥാനത്ത് തനിക്കായി ഒരു കൊട്ടാരം പണിയാൻ പോലും പരമാധികാരിക്ക് പിള്ളമാരുടെ അനുമതി ആവശ്യമാണ്. രാജാവിന്റെ ആസ്ഥാനം തിരുവിതാംകൂർ ആയതിനാൽ തിരുവനന്തപുരത്തിന്റെ ഭരണനിർവഹണത്തിൽ കണ്ണും കൈയും എത്തുക അത്ര എളുപ്പവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശക്തിയിലും പ്രമാണിത്വത്തിലും ഉയർന്നു നിന്ന ഇവർ തങ്ങളുടേതായ പ്രദേശങ്ങളിൽ രാജാവിന് തുല്യമായ അധികാരം കാണിച്ച് ജീവിച്ചു പോന്നു. യോഗക്കാരുടെയും പിള്ളമാരുടെയും കൂട്ടുകെട്ട് രാജാധിപത്യത്തിന് ഭീഷണിയായി വന്നതോടെ രാജാവ് ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. രാജാവ് അധികാരം പ്രയോഗിക്കാൻ തുടങ്ങിയതോടെ 8 വീട്ടിൽ പിള്ളമാരും യോഗക്കാരും മാടമ്പിമാരും ഒക്കെ ബദ്ധശത്രുക്കളായി തീരുകയും ചെയ്തു. അങ്ങനെ രാജാവിനെ ഇല്ലാതാക്കാൻ പിള്ളമാർ ആഗ്രഹിച്ചു. അങ്ങനെ AD 1653 ആദിത്യവർമ്മ എന്ന തമ്പുരാൻ തിരുവനന്തപുരത്ത് നിർമ്മിച്ച കൊട്ടാരം 8 വീട്ടിൽ പിള്ളമാർ തീയിട്ട് നശിപ്പിച്ചു. വീട്ടിൽ നിന്നും തമ്പുരാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. തുടർന്ന് കള്ളിയാർ നദിക്കരയിൽ ഒരു കൊട്ടാരം തീർത്തു. അവിടെ താമസിച്ചു വരവെ ശത്രുക്കൾ അദ്ദേഹത്തെ ചതിച്ചു കൊലപ്പെടുത്തി. ആദിത്യവർമ്മയുടെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അനന്തരവൾ ഉമയമ്മ റാണി റീജന്റായി. പിള്ളമാർ അനുശോചനവുമായി അവളെ സമീപിക്കുകയും അവളെ പിന്തുണയ്ക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ അവളുടെ 6 മക്കളിൽ 5 പേരും സംശയാസ്പദമായ സാഹചര്യത്തിൽ പിള്ളമാരുടെ പ്രേരണയാൽ കലിപ്പൻകുളം കുളത്തിൽ മുങ്ങി മരിച്ചു. ഏറ്റവും ഇളയ പുത്രനായിരുന്ന രവിവർമ്മയെ കൊന്നുകളയുവാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഉമയമ്മ റാണി രവിവർമ്മയെയും കൂട്ടി നെടുമങ്ങാട്ട് വന്ന് താമസിച്ചു. കൊല്ലവർഷം 500-ാം ആണ്ടിൽ AD 1325 ഭരണം നടത്തിയ കാലത്ത് ആദിത്യവർമ്മ കോലത്ത് നാട്ടിൽ നിന്നും ദത്തെടുത്ത 2 കുമാരന്മാർ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു. ഇവരാണ് ആറ്റിങ്ങൽ മൂത്ത തമ്പുരാനും ഇളയ തമ്പുരാനും. ഈ തമ്പുരാക്കന്മാർ ആരും രാജാവായിരുന്നില്ല. AD 1680 മുഗൾ രാജവംശത്തിലെ ഭരണാധികാരികളുടെ ഒരു സൈന്യാധിപൻ വമ്പിച്ച സൈന്യങ്ങളുമായി തെക്കൻ തിരുവിതാംകൂറിലെത്തി. കണ്ണിൽ കാണുന്നതെന്തും കൊള്ളയടിച്ചുകൊണ്ട് ഈ അക്രമകാരികൾ തിരുവനന്തപുരത്തിന് തെക്ക് ഭാഗത്ത് മണക്കാട് എന്ന സ്ഥലത്ത് താവളമുറപ്പിച്ചു. ഈ വിവരമറിഞ്ഞ 8 വീട്ടിൽ പിള്ളമാർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടച്ചുപൂട്ടി സ്ഥലം വിട്ടു. ഉമയമ്മ റാണി തന്റെ ബന്ധുവായിരുന്ന കേരളവർമ്മയെ വിവരം ധരിപ്പിച്ചു. വടക്കേ മലബാറിൽ നിന്നും കിട്ടാവുന്നത്ര ആയുധങ്ങളും സൈന്യങ്ങളുമായി കേരളവർമ്മ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. ഒളിപ്പോർ യുദ്ധത്തിൽ മുഗൾ സൈന്യാധിപൻ വധിക്കപ്പെട്ടു. അവരുടെ ആയുധങ്ങളും കുതിരകളും കുറേയധികം പടയാളികളും പിടികൂടപ്പെട്ടു. ഉമയമ്മ റാണി കേരളവർമ്മയെ സൈന്യാധിപനായി നിയമിച്ചു. കിളിയാർക്കരയിലെ പുത്തൻകോട്ട എന്ന കൊട്ടാരം പൊളിച്ചുകൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് 2 കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്ന ജോലിയാണ് തുടർന്ന് കേരളവർമ്മ നടത്തിയത്.
ഇതാണ് വലിയ കോയിക്കൽ കൊട്ടാരവും തേവാരത്ത് കൊട്ടാരവും. വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ താമസിച്ചു വന്ന കേരളവർമ്മയെ ശത്രുക്കൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. AD 1680 ഈ ദാരുണമായ സംഭവം നടന്നത്. ഉമയമ്മ റാണിക്ക് പ്രായം അധികമായി. തന്റെ ഏകപുത്രന് തുണയായി ആരുമില്ലല്ലോ എന്ന ചിന്ത റാണിയെ വേദനിപ്പിച്ചു. തുടർന്ന് പതിവ് പോലെ കോലത്ത് നാട്ടിൽ നിന്നും 2 കുമാരന്മാരെയും 2 കുമാരിമാരെയും ദത്തെടുത്തു. ഇവരിൽ മൂത്ത കുമാരൻ ഉണ്ണിക്കേരളവർമ്മയും ഇളയ കുമാരൻ രാമവർമ്മയും എന്നറിയപ്പെട്ടു. കുമാരിമാരിൽ മൂത്ത കുമാരി അകാല ചരമം പ്രാപിച്ചു. ഇളയ കുമാരി കൊല്ലവർഷം 881 AD 1706 ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ കുട്ടിയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ മാർത്താണ്ഡവർമ്മ. AD 1684 രവിവർമ്മ നാട് നീങ്ങുമ്പോൾ ദത്തെടുത്ത മൂത്ത കുമാരൻ ഉണ്ണിക്കേരളവർമ്മയും തുടർന്ന് AD 1724 രാമവർമ്മയും സിംഹാസനത്തിൽ വന്നെത്തി. പിന്നീട് AD 1729 മാർത്താണ്ഡവർമ്മ മഹാരാജാവായി. സംഭവബഹുലമായ ഒരു കാലഘട്ടം ആരംഭിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട്. 1729 അധികാരത്തിലെത്തിയ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ പ്രധാന നടപടികളിലൊന്ന് യോഗക്കാരെയും പിള്ളമാരെയും അടിച്ചമർത്തലായിരുന്നു. നിഷ്ഠൂരമായ നടപടികളാണ് ഇതിന് അദ്ദേഹം സ്വീകരിച്ചത്. 8 വീട്ടിൽ പിള്ളമാരെ 42 പേരെ പിടികൂടി മുഖമണ്ഡപം എന്ന സ്ഥലത്ത് വെച്ച് തൂക്കിലേറ്റി. അവരുടെ മഠങ്ങൾ തകർത്തു. കണക്കറ്റ സമ്പത്തുകൾ കണ്ടുകെട്ടി. സ്ത്രീകളെയും കുട്ടികളെയും മുക്കുവർക്ക് ദാനം ചെയ്തു. അവരുടെ വംശം തീർത്തും നശിപ്പിച്ചു. മരിച്ചു കഴിഞ്ഞിട്ടും 8 വീട്ടിൽ പിള്ളമാർക്ക് രാജവംശത്തോടുള്ള കലിയടങ്ങിയില്ല. 8 വീട്ടിൽ പിള്ളമാരുടെ മരണാനന്തരം രാജ്യത്ത് പല ദുർനിമിത്തങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ശേഷക്രിയകൾ ചെയ്യാൻ പിന്മുറക്കാരാരുമില്ലാത്തതിനാൽ അവരുടെ ആത്മാക്കളെല്ലാം ദുർമൂർത്തികളായി രൂപപ്പെട്ടു. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അർദ്ധരാത്രിയോടെ ആ ദുരാത്മാക്കൾ താവളം വിട്ടിറങ്ങും. അവറ്റകളുടെ തേർവാഴ്ച കടപ്പുറം മുതൽ പടിഞ്ഞാറെ കോട്ട വരെയാണ്. അവരുടെ ആത്മാക്കളെ അഴിഞ്ഞാടാൻ അനുവദിക്കാതെ സുരക്ഷിതമായ ഒരിടത്ത് കുടിയിരുത്താനായി പിന്നെ ശ്രമം. അത്തിപ്പറ്റ നമ്പൂതിരി ആത്മാക്കളെ കുടത്തിൽ ആവാഹിച്ചെങ്കിലും പരാക്രമികളായ അവർ കുടം പൊട്ടിച്ച് പുറത്ത് ചാടിപ്പോലും. തുടർന്ന് ചങ്ങനാശ്ശേരിയിലെ കുമാരമംഗലത്ത് മനയിൽ നിന്നെത്തിയ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് അവരെ കുടത്തിലൊതുക്കിയത്. അവരെ ഇരുത്താൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വെട്ടിയാട്ട് അമ്പലം ഏറ്റവും അനുയോജ്യമായ ഇടമായിരുന്നു. വെട്ടിയാടാണ് പിന്നീട് വേട്ടടിയായി തീർന്നത്. ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. മനുഷ്യക്കുരുതി ഉണ്ടായിരുന്ന ആ അമ്പലത്തിന്റെ സമീപത്ത് അധിവസിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. വേട്ടടിക്കാവിലെ 8 വീട്ടിൽ പിള്ളമാരെന്ന ദുർമൂർത്തികൾക്ക് ആരും വഴിപാടുകൾ അർപ്പിക്കാറില്ല. മീനമാസത്തിൽ അവർക്കായി ചില രഹസ്യ പൂജകൾ അവിടെ നടത്താറുണ്ട്. അന്ന് അമ്പലവളപ്പിലേക്ക് സ്ത്രീകൾ ആരും കടക്കരുതെന്നാണ് ആചാരം.